നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രി കാഷ്വാലിറ്റിയിലേക്ക് പുതിയ ഡോക്ടറെ നേരിട്ട് നിയമിച്ച നഗരസഭ. സർക്കാർ തലത്തിൽ തീരുമാനം വൈകുന്നതിനാൽ നഗരസഭയുടെ സ്വന്തം ചെലവിലാണ് ഡോക്ടറെ നേരിട്ട് നിയമിച്ചത്. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിൽ കൂടുതൽ ഡോക്ടർമാരുടെ സേവനം അനിവാര്യമാണെന്ന ആവശ്യം ഉയർന്നതിനെ തുടർന്ന് പുതിയ ഡോക്ടറെ നേരിട്ട് നിയമിച്ച് നഗരസഭ. രോഗികൾക്ക് അടിയന്തര ചികിത്സ കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നഗരസഭയുടെ ഇടപെടൽ. സർക്കാർ തലത്തിൽ തീരുമാനം വൈകുന്നതിനാൽ നഗരസഭയുടെ സ്വന്തം ചെലവിൽ ഡോക്ടറെ നേരിട്ട് നിയമിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി പ്രഖ്യാപിച്ചിരുന്നു. നഗരസഭ നിയമന നടപടികൾ പൂർത്തിയാക്കി ഡോക്ടർ ക്രിസ്റ്റി എൻ വർഗീസിനെ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറായി നിയമിക്കുകയായിരുന്നു. കാഷ്വാലിറ്റിയിലെ ഡോക്ടർമാരുടെ കുറവ് പരിഹരിക്കുന്നതിലൂടെ ചികിത്സയ്ക്കായി എത്തുന്ന പൊതുജനങ്ങൾക്ക് മികച്ച സേവനം ഉറപ്പാക്കാൻ കഴിയുമെന്ന് ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി പറഞ്ഞു. ഡോക്ടർ ഇന്ന് ചുമതല ഏറ്റെടുത്തു. ഡോക്ടർ ക്രിസ്റ്റി എൻ വർഗീസ് എന്ന് പറയുന്ന ഡോക്ടറാണ് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറായിട്ട് ഇന്നു മുതൽ ചുമതല ഏറ്റിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ സാലറി മുനിസിപ്പാലിറ്റിയുടെ ഫണ്ടിൽ നിന്നും നേരിട്ട് കൊടുക്കുന്നതാണ്. അപ്പൊ ഇത് പ്രഖ്യാപിച്ച സമയത്ത് ഇത് എങ്ങനെ ചെയ്യും, എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും എന്നുള്ള വലിയൊരു ആശങ്കയുണ്ടായിരുന്നു. കാരണം ഫണ്ടിന്റെ അപര്യാപ്തതയും മറ്റു പല ഘടകങ്ങളും ഇതിനൊരു പ്രതിസന്ധിയായിട്ട് മുൻപിലുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാൽ കൂടിയും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒന്നാണ് ജനറൽ ഹോസ്പിറ്റൽ. അവിടെ ഡോക്ടറുടെ സാന്നിധ്യം സേവനം നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റിയില്ലെങ്കിൽ അത് വലിയൊരു പരാജയമാണെന്നുള്ളൊരു തിരിച്ചറിവ് ആണ് ഇത്തരത്തിലൊരു തീരുമാനം എടുക്കാനായിട്ടും അതിനെ തുടർന്ന് അതിന്റെ ബാക്കിയുള്ള ഫോളോ അപ്സ് ചെയ്യാനായിട്ടും നമ്മളെ പ്രേരിപ്പിച്ചത്. എന്തായാലും ഇപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് നമുക്ക് നിയമിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ. ബാക്കിയുള്ള നിയമനങ്ങളിലും കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ആരോഗ്യമന്ത്രിയെ ബഹുമാനപ്പെട്ട MLA ഉൾപ്പെടെയുള്ളവർ കാണുകയും അദ്ദേഹത്തിന് കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള നിയമനങ്ങളും അധികം വൈകാതെ കൊണ്ട് തന്നെ പൂർത്തീകരിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് നഗരസഭ. ജനറൽ ആശുപത്രിയിൽ ഇനി 12 ജോലിയൊഴിവുകളാണ് ഉള്ളതെന്നും വൈകാതെ നിയമനം നടത്തുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. നമുക്ക് നിലവിൽ 12ഓളം വേക്കൻസീസ് ഇപ്പോഴും ഫില്ല് ചെയ്യാണ്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു ഫോളോ അപ്പ് കൃത്യമായിട്ട് മിനിസ്റ്റർ ലെവലിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഈ 12 വേക്കൻസീസിൽ തന്നെ ഡയാലിസിസ് ടെക്നീഷ്യനെയും ലാബ് ടെക്നീഷ്യനെയും ഒരു സെക്യൂരിറ്റി അഡീഷണൽ ഗാർഡിനെയും കൂടെ കഴിഞ്ഞ ദിവസത്തെ ഇന്റർവ്യൂവിലൂടെ നിയമിച്ചിട്ടുണ്ട്. അത് നഗരസഭയുടെ ഇനിഷ്യേറ്റീവിൽ തന്നെയാണ് അതും ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് പ്രധാനമായിട്ടും വേക്കൻസീസ് ഉള്ളത് ഓർത്തോ, PMR, അതുപോലെ RMO, അനസ്തേഷ്യസ്റ്റ് തുടങ്ങിയ വേക്കൻസികളുണ്ട്. അത് അധികം താമസിയാതെ കൊണ്ട് തന്നെ ഫില്ല് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളും സേവന നിലവാരവും കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾ നഗരസഭ തുടർന്നും സ്വീകരിക്കുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. ഏത് കടയിൽ നിന്ന് വാങ്ങിയ നിങ്ങളുടെ പഴയ സ്വർണവും എക്സ്ചേഞ്ച് ഓഫറിലൂടെ വിലയിൽ വ്യത്യാസമില്ലാതെ ജെയ്കോയുടെ HUID സ്വർണ്ണാഭരണമായി മാറ്റിവാങ്ങാം. നിങ്ങളുടെ ഓൾഡ് ഗോൾഡിന് ഉയർന്ന വില, ഉടൻ പണം. കേരളത്തിലെ നമ്പർ 1 ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയായ ജെയ്കോ ജുവൽസ് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ ട്രെൻഡി കളക്ഷൻസുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ജെയ്കോ ജുവൽസ്, പോത്താനിക്കാട്, തൊടുപുഴ, കോതമംഗലം. ജെയ്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം.